ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറിംഗ് ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ ആന്തൂറിയം പ്ലാന്റ്. ആന്തൂറിയം പ്ലാന്റ് ഇല്ലാത്ത ഒരു വീട് പോലും കാണില്ല. എല്ലാ വീട്ടിലും ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ടാകും. നമുക്കറിയാം, ആന്തൂറിയം പ്ലാന്റിൻ്റെ ഈ പൂക്കളാണ് ആന്തൂറിയം പ്ലാന്റ് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു ഉണർവ് തരുന്നത്. കാരണം ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ ഒരു 2-2.5 അല്ലെങ്കിൽ 3 മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അത് കൊഴിഞ്ഞു പോവാതെ ഇങ്ങനെ തന്നെ ഈ ഫ്ലവർ നിൽക്കും. അപ്പോൾ നല്ലൊരു പിങ്ക് നിറമാണ് കേട്ടോ ഈ ഒരു ആന്തൂറിയം പ്ലാന്റ്. അപ്പോൾ ഈ ഫോണിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല, നല്ലൊരു പിങ്ക് നിറത്തിലാണ്. നമുക്കറിയാം, നാടൻ ആന്തൂറിയം അതുപോലെ തന്നെ മിനിയേച്ചർ ആന്തൂറിയം ഇന്ന് ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലേ. നഴ്സറിയിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റും നമുക്ക് മിനിയേച്ചർ ടൈപ്പിൽ നമുക്കറിയാം ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം, കണ്ടാൽ തന്നെ അറിയാം ഇതൊരു മിനിയേച്ചർ ആന്തൂറിയാണ്. ഇത് ഒരു തൈയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഈ മിനിയേച്ചർ ആന്തൂറിയ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു തൈയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞ് ഒരു കണ്ടില്ല, ഒരു വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. ഈ ഫ്ലവർ കണ്ടോ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ തൈ ഞാൻ പറിച്ചെടുത്ത്, നമുക്കറിയാം ആന്തൂറിയത്തിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഇതിൽ നിന്ന് ഇത് അടർത്തി മാറ്റിയാൽ നമുക്കറിയാം ഇതിൽ ഒരുപാട് തൈകൾ ഉണ്ടാകും. അപ്പോൾ ആ തൈകളിൽ നിന്നാണ് നമ്മൾ ആന്തൂറിയം തൈ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൽ കണ്ടോ, ഇതിൽ കുറച്ച് തൈകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുത്ത് വേറൊരു പോട്ടിൽ നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ആന്തൂറിയം പ്ലാന്റ്സ് ഈ ആന്തൂറിയം ഒരൊറ്റ ഒന്നാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത് ഞാൻ അതിൽ നിന്ന് അന്ന് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു ആന്തൂറിയം പ്ലാന്റ് കണ്ടില്ലേ, ഈ ചട്ടിക്ക് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതിൽ ആന്തൂറിയം പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ അത് പറയുക, പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നമ്മൾ ഒരു നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടാണ് എടുക്കേണ്ടത്. ആ ഒരു പോട്ട് എടുക്കുക. അതുകൂടാതെ നമ്മൾ ഓട്ടും കഷ്ണം എടുക്കണം, അതുപോലെ തന്നെ ചകിരി തൊണ്ടെടുക്കണം. പിന്നെ അതുപോലെ തന്നെ മണ്ണും ചാണകപ്പൊടിയും എന്തെങ്കിലും ഒരു ഫംഗിസൈഡും കൂടി മിക്സ് ചെയ്തതും നമ്മൾ എടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രെയിനേജ് ഉള്ള നല്ലൊരു പോട്ടിലാണ് ഇത് ഈ പോട്ടിൽ നമ്മൾ ഓട്ടും കഷ്ണം വെച്ചതിന് ശേഷം ചകിരിത്തൊണ്ട് വെച്ചിട്ട് കുറച്ച് മണൽ മതി കേട്ടോ. മണ്ണും മണലും മിക്സ് ചെയ്തത് കുറച്ച് ആ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചില്ല, മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചകിരിത്തൊണ്ടാണ് ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തട്ടത്, ഇത് നല്ല റെഡ് നിറത്തിലുള്ള ഒരു ആന്തൂറിയാട്ടോ. നല്ല റെഡ് നിറമാണ്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഞാൻ കൂടുതലും ചകിരിത്തൊണ്ടാണ്. ഇപ്പോൾ ഇതിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ചട്ടിക്ക് നമുക്ക് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ പോട്ടി മിക്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ ചകിരിത്തൊണ്ടും അതുപോലെ തന്നെ മണലും ഒക്കെ ഉള്ള കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കെയർ എന്ന് പറയുന്നത്, നമുക്കറിയാം ആന്തൂറിയം പ്ലാന്റ്സിന് ഒട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റാണ്. ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടെന്നല്ല, സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇലകളാണ് ഉണ്ടാകുക. ഇലകൾ മാത്രമായി പോകും, പൂക്കൾ കുറഞ്ഞു പോകും. അപ്പോൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം ഇതിന് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കുക. ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ കണ്ടില്ലേ, സൺസൈഡിൻ്റെ അടിവശത്താണ് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ ചെടിയുടെയും അടുത്താണ് നിർത്തി വെച്ചിട്ടോ. കാരണം ഇതൊരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഉണ്ടാകും. പക്ഷെ അവിടെ വെളിച്ചം കിട്ടണമെന്നുള്ളൂ, പൂക്കൾ ഉണ്ടാകും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്താണ് നമ്മളിത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ കൂടുതൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കൂടുതൽ ഇലകൾ ഇതിൽ വെക്കാത്തത് നല്ലത്. ഇതിപ്പോൾ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇലകൾ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ അടുത്ത് വളം ചെയ്തപ്പോൾ കുറച്ച് പുതിയ ഇലകളൊക്കെ വന്നതാണ്. അപ്പോൾ പൂക്കൾക്ക് കുറച്ചും കൂടി വലുപ്പം വേണ്ടിയിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു ചെറിയ പൂവാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റിന് ഈർപ്പം ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഈ ഒരു ആന്തൂറിയം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ. എൻ്റെ അടുത്തുള്ളത് ഇത് പിങ്ക് നിറമാണ്, അതുപോലെ തന്നെ ഇതും പിങ്ക് നിറത്തിലുള്ളതാണ്. ഇതും ഒരു പിങ്കും അല്ല, വേറൊരു കളറിലുള്ളതാണ്. അപ്പോൾ ഇത് മിനിയേച്ചറാണ്. ഇതാണ് റെഡ് ഫ്ലവർ. ഇതിലുണ്ടായിരുന്നു, ഇപ്പോൾ ഫ്ലവർ പോയതാണ്. പിന്നെ അങ്ങനെ എൻ്റെ കയ്യിലുള്ളപ്പോൾ 4 വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണുള്ളത് കേട്ടോ. നമുക്കറിയാം ഇതൊരു അലങ്കാരം മാത്രമല്ല, ഒരു വരുമാന മാർഗവും കൂടിയാണ് ഈ ഒരു ആന്തൂറിയം പ്ലാന്റ്. നമ്മൾ ഒരു പ്രസൻറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നതിൽ നമ്മളെപ്പോഴും വെക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഈ ആന്തൂറിയത്തിൻ്റെ ഫ്ലവറിങ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊരു വരുമാന മാർഗം കൂടിയാണ് ഈ ആന്തൂറിയം പ്ലാന്റ്. അപ്പോൾ ഈ കാണുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് കാണുമ്പോൾ ഇതാണ് ഈ പൂവെന്ന് വിചാരിക്കും, ഇതിൻ്റെ പൂവ്. പക്ഷേ ശരിക്കും ആന്തൂര്യത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ കാണുന്ന ഇതാണ് ആന്തൂര്യത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേത് ഇതിൻ്റെ ഒരു കവറിങ് മാത്രമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, ഇതാണ് ആന്തൂര്യത്തിൻ്റെ പൂവ് എന്നാണ് പറയുന്നത്. ആന്തൂര്യത്തിൻ്റെ പൂവ് നമുക്കറിയാം, ഒരു തണ്ടിങ്ങനെ നീണ്ട് വന്നിട്ട് അതിലാണ് നമുക്ക് കണ്ടില്ലേ, അതിനെക്കാട്ടും കൂടുതൽ കണ്ട ഇങ്ങനെ നീണ്ട് വന്നിട്ടാണ് നമുക്ക് ഈ പൂവ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കംപ്ലീറ്റ് കെയറിങ് എന്ന് പറയുമ്പോൾ വെയിൽ കൂടുതൽ ഇല്ലാത്ത, അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ആന്തൂറിയം പ്ലാന്റ് വെക്കേണ്ടത്. അതും മറ്റ് ചെടികളുടെ കൂടെ വെക്കുന്നതായിരിക്കും നന്നാകുക. അല്ലെങ്കിൽ ആന്തൂറിയം പ്ലാന്റ്സിനെ മൊത്തത്തിൽ ഇങ്ങനെ, അപ്പോൾ എനിക്കിപ്പോൾ 1 2 3 4 5 6 ചട്ടിയിലാണ് എൻ്റെ ആന്തൂറിയം പ്ലാന്റ് ഉള്ളത്. 6 ഞാൻ ഒരുമിച്ചിട്ടാണ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ ഇവർക്കൊരു എന്താ പറയുക, ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി കിട്ടേണ്ട ഒരു പ്ലാന്റാണത്. ഈർപ്പം കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. 2 നേരം നമ്മൾ നനയ്ക്കുന്നതിന് പ്രശ്നമില്ല. വേനൽക്കാലത്ത് ഇപ്പോൾ വേനൽക്കാലമാണ് 2 നേരം നമ്മൾ നനയ്ക്കുന്ന പ്രശ്നമില്ല. പക്ഷേ കുറച്ച് വെള്ളം മാത്രം, അതായത് ഇതിൻ്റെ മണ്ണിൽ ഒരു ഈർപ്പം നിൽക്കുന്ന രീതിയിൽ മാത്രം നമ്മളിതൊന്ന് നനച്ച് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ ദിവസം നമ്മൾ ഒരു പ്രാവശ്യം കുറഞ്ഞ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അതാണ് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടഭാഗം, അതായത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിങ്ങനെ ആ ഒരു ഏരിയ നമുക്ക് ചീഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. അത് ചീഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. വെള്ളം കൂടുതൽ വേണ്ട, ആവശ്യത്തിന് മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് കൂടുതൽ ഇലകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ, ഇതിലിപ്പോൾ ശരിക്കും ഒരു 6 ഇലയൊക്കെ മതി കേട്ടോ. 6 ഇല ഇപ്പോൾ ഈ പ്ലാന്റിൽ അപ്പോൾ 1 2 3 4 7 ഇല ഉണ്ട്. പക്ഷേ ആ വലിയ ഇല നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇലകൾ നമ്മൾ വെച്ച് കൊടുക്കാത്തതാണ് നല്ലത്. ഇലകൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇതിപ്പോൾ എന്തോന്ന് വരുന്നുണ്ട്, പൂവാണോന്നറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ആന്തൂറിയത്തിന്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് നമുക്ക് ബനാന ഫെർട്ടിലൈസർ, അതായത് പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്കിതിലൊന്ന് കുറേശ്ശെ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും കൂടുതൽ കൊടുക്കരുത് കേട്ടോ. കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകും. കൂടുതൽ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മാത്രം നമ്മൾ കൊടുത്തിട്ട് ഇതിൽ നമുക്ക് വെച്ച് കൊടുക്കുക. അതൊക്കെ വേഗം പൊക്കാൻ പറ്റും. ഇതിൽ കുറച്ച് നല്ലോണം ലീഫുണ്ട്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ, തേങ്ങ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഇതാണ് തേങ്ങ. രാവിലെയൊക്കെ നമ്മൾ ഈ കറിക്കൊക്കെ വേണ്ടി തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ പിറ്റേന്ന് അതൊന്ന് പുളിച്ചതിന് പുളിപ്പ് വന്ന്, അതായത് പിറ്റേന്ന് നമ്മളത് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്ലാന്റിന് നല്ലതാണ്. പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുമ്പോൾ ഇതിൽ പൂക്കളില്ല, ഇതിൽ പൂക്കളൊക്കെ ഉള്ള ഇതൊക്കെ പൂക്കൾ ഉണ്ടായതാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തതാണ്. ഇതൊക്കെ പൂക്കൾ ഉണ്ടായിട്ട് ഈ ഒരു സ്ഥലം ഇതിൽ കണ്ടില്ല, ഇതിൽ കുറേ ലീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായ പൂക്കളുള്ള ഇതൊക്കെ പൂക്കളൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കണ്ടില്ല, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിലും അതും, ഇതിപ്പോൾ
കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പൂവാണ്. കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 2 മാസമൊക്കെ ആകുമ്പോഴേക്ക് ഈ പൂവൊന്ന് ഇതിൻ്റെ നിറമൊക്കെ മങ്ങുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ, ഇത് കട്ട് ചെയ്ത് കണ്ടില്ലേ, ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് അതാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കൊടുക്കുന്നൊരു വളമാണ് NPK 19-19-19. അത് ഞാൻ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആന്തൂറിയം പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട്. എൻ്റെ ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ആന്തൂറിയം ഒരു വരുമാന മാർഗ്ഗമാണെന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അലങ്കാരമല്ല. അപ്പോൾ അതിൽ എൻ്റെ ആന്തൂറിയത്തിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം പൂക്കളൊന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം. നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ആന്തൂറിയം. അതിലെ റെഡ് കളറ് ഇതിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. റെഡ് കളറ് എല്ലാത്തിനും വീണ്ടും പൂക്കളൊക്കെ വന്നതിന് ശേഷം ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഈ ആന്തൂറിയം പ്ലാന്റ്സിലൊക്കെ നിറയെ പൂക്കളായിരുന്നു കേട്ടോ, നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം പൂക്കളൊന്ന് കുറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ, ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പഴത്തൊലി വെള്ളത്തിലിട്ടിട്ട് കൊടുക്കുക, അതിൻ്റെ വെള്ളം നേർപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തത് തേങ്ങാ വെള്ളം നമ്മൾ പുളിപ്പിച്ചതിന് ശേഷം അത് നേർപ്പിച്ചതിന് ശേഷം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തത് NPK 19-19-19 എന്ന വളം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പച്ച ചാണകത്തിൻ്റെ അത് ഒഴിക്കണമെന്നില്ല. അത് ഒഴിച്ചിട്ട് ചിലപ്പോൾ കടഭാഗം കൂടുതലായിട്ടുണ്ട് ചീഞ്ഞ് പോകേണ്ട. അപ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ തന്നെ ചാണകപ്പൊടി ചേർക്കുന്നത് കൊണ്ട് പിന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓരോ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും കഷ്ണം ചകിരിത്തൊണ്ടോ അതുപോലെ തന്നെ കുറച്ച് മണലൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലൊന്ന് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ്, പോട്ടി മിക്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കരിയില. കരിയില വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കരിയിലയും ചകിരിത്തൊണ്ടും കുറച്ച് മണലും വെച്ചിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്, അതായത് ഇപ്പോൾ ഈ റെഡ് എൻ്റെ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും. കാരണം ഈ ഒരു പ്ലാന്റിൽ ഇനി തൈകൾ വരുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, 1 വർഷമൊക്കെ കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിലൊരു 3-4 ചട്ടിയിലൊക്കെ നമുക്ക് നടാനുള്ള ഈ തൈകൾ ഇതിലുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, നമ്മൾ പിന്നെ 1 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈകൾ നമുക്ക് അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൂടുതലാകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു തൈ ആയിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കൾ, കാരണം ഇതിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അതിന് മാത്രം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇലകളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂക്കളുടെ എണ്ണം കൂട്ടാൻ പറ്റും. അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചമുള്ള ഏരിയയിൽ ഈ ഒരു പ്ലാന്റിനെ കൊണ്ടുവച്ചാൽ, അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കളാണ്. വർഷം മുഴുവൻ നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ എപ്പോഴും നമുക്ക് പൂക്കൾ തരും. ഇപ്പോൾ നഴ്സറിയിലൊക്കെ ഞാൻ ഈയിടെ കണ്ടിട്ടുണ്ട് വയലറ്റ് മിനിയേച്ചർ ആന്തൂറിയം, റെഡ്, അതുപോലെ പിങ്ക്, വൈറ്റും ഒക്കെ തന്നെ ആന്തൂറിയം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആന്തൂറിയം ഇങ്ങനെ ഓരോന്നിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആന്തൂറിയത്തിൻ്റെ ഇനിയും കുറച്ചും കൂടി ആന്തൂറിയം കളക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തൊക്കെ തന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരു ഫ്രണ്ടിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എൻ്റെ വീട്ടിലെ ചെടി അങ്ങോട്ടും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെടി ഇങ്ങനെ, അല്ലാതെ എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നൊന്നല്ല. കുറച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ ആന്തൂറിയം കളക്ഷൻ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 6 ചട്ടിയിലായിട്ടുള്ളൂ. മുമ്പ് ഉണ്ടായിരുന്നു ഒക്കെ, പിന്നീടൊക്കെ പോയതാണ്. ഇപ്പോൾ ഇതിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇതിൻ്റെ പൂക്കൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും വേണമായി പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മടി കൂടാതെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.